ഹെയർ പ്രോബ്ലമായിട്ട് 7 മാസത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, ഒളിമ്പസ് സ്മൂത്തനിങ് ചെയ്തു. പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്തു. അന്ന് ഇവിടെ മൊത്തം ഗ്യാപ്പായിരുന്നു, ഭയങ്കരമായിട്ട് നീളം കുറവായിരുന്നു, കുറച്ച് നീളം ഉണ്ടായിരുന്നത്, ഇത്രയൊക്കെ നീളം ഉണ്ടായിരുന്നല്ലോ. ചെയ്തു. അപ്പോൾ 7ാമത്തെ മാസമായി. 7ാമത്തെ മാസമായപ്പോൾ ഇപ്പം വലിയ ഹെയർ പ്രോബ്ലം ഒന്നുമില്ല, നല്ല വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറുതായിട്ടുള്ള ഒരു ഗ്യാപ്പും ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെയ്യേണ്ടെന്ന് ആവശ്യമില്ലായിരുന്നു. പക്ഷെ ആൾക്ക് മുടി വീണ്ടും വളർത്താൻ, താഴെ എത്തിക്കാൻ വേണ്ടിയിട്ട് 2ാമത് വന്ന് ചെയ്തു. എന്താ എക്സ്പീരിയൻസ്? 6 മാസം മുമ്പ് ചെയ്തതും ഇപ്പോഴും നമ്മളുടെ എക്സ്പീരിയൻസ് എന്താ? സന്തോഷം. എല്ലാ പ്രശ്നവും മാറി. നമ്മൾ അന്ന് ചെയ്തതല്ല, അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് അപ്ഡേഷൻ വന്ന്. അന്ന് ചെയ്തപ്പോൾ നമുക്ക് 1.5 ആഴ്ച കാത്തിരിക്കേണ്ടി വന്നു അല്ലേ? റിസൾട്ട് ഞാൻ പറഞ്ഞതൊക്കെ നമുക്ക് അതാവാൻ മുളച്ച് വരാൻ താമസിച്ചായിരുന്നു. അത് അന്നേ നമ്മൾ 1.5 ആഴ്ചയൊക്കെ ആവും എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ചെയ്യുന്നതിന്റെ അന്നോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്ക് ടു സെക്കൻഡ് സിറ്റിങ്ങിന് വരുന്ന 7 ഡേയ്സിനകത്ത് വരുമ്പോൾ പറഞ്ഞ പ്രോബ്ലം എല്ലാം മാറിയാണോ? ഗ്രോത്ത് വന്ന ഇവിടെയൊക്കെ ഒട്ടുമില്ലായിരുന്നു, ഇവിടെ മാത്രം. ഫ്രണ്ട് ഇത്രയും ഭാഗത്തേ ഉണ്ടായിരുന്നുള്ളൂ പ്രോബ്ലം. പിന്നെ ഇവിടെ വെച്ചത് അപ്പൊ ഇനി വേറൊന്നുമില്ല. ഹോം ടിപ്സ് ചെയ്യുക, മുടി വളർത്തുക. ഒരു 6 മാസം കഴിയുമ്പോൾ 3 ഇഞ്ച് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അത് വളർത്തി ഇനി താഴെ വരെ എത്തിക്കുക. ഹോം ടിപ്സ് ചെയ്യുമോ? പറഞ്ഞ പോലെ ഫോളോ ചെയ്യുമോ? ഓക്കെ ആണോ? എല്ലാം ഓക്കെ ആണോ? പറഞ്ഞ പോലെ ഹാപ്പിയാണോ? ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്.